കുടുംബ ബന്ധങ്ങൾ തകർക്കുന്ന വക്കീലന്മാർ എന്ന ടോപ്പിക്കിൽ നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്യുകയും ഒരുപാട് ആളുകൾ സംശയങ്ങൾ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അത്തരം ടോപ്പിക്കുകളാണ് നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ ചർച്ച ചെയ്യുന്നത്. എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ ചോദിച്ചതാണ്, പങ്കാളിക്ക് ഒരു മറ്റൊരു പ്രണയമുണ്ട്, അല്ല മറ്റൊരു സൗഹൃദമുണ്ട്, അതുകൊണ്ട് നമ്മൾ ഡൈവോഴ്സ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപദേശങ്ങൾ ചോദിക്കാനും അല്ലെ സംശയങ്ങൾ ചോദിക്കാനും ഒക്കെ വിളിച്ചു. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ച കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് മീശമാധവൻ എന്ന സിനിമയിൽ ജഗതിയുടെ കഥാപാത്രം പിള്ളേച്ചൻ പുരുഷുവിൻ്റെ ഭാര്യയോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, അല്ലെ കുറേ എണ്ണയും പഞ്ചസാരയും ചിലവാകുമെന്ന് പറഞ്ഞ ഒരു കോമഡി ഉണ്ട്. ആ കോമഡി മലയാളികൾ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തൊരു കോമഡിയാണ്. അന്നൊന്നും മലയാളികൾ ചോദിച്ചിട്ടില്ല പിള്ളേച്ചന് ഡൈവോഴ്സ് ചെയ്തിട്ട് ഈ പരിപാടിക്ക് പോയിക്കൂടെ എന്ന് ചോദിച്ചിട്ടില്ല. രണ്ട്, പിള്ളേച്ചന് ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമുണ്ടായെങ്കിൽ പിള്ളേച്ചൻ എന്തിന് കല്യാണം കഴിച്ചു എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടില്ല. അതിനുള്ള ഉത്തരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ഒരു മോണോഗമസ് അല്ല, മനുഷ്യനൊരു പോളിഗമസ് ആണ്. അതായത് ഏകപത്നി വ്യവസ്ഥയിൽ ജീവിക്കുന്ന ഒരു സ്പീഷീസ് അല്ല മനുഷ്യൻ എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ടും പറഞ്ഞ് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അവൻ്റെ റിലേഷൻഷിപ്പിൽ എത്ര ഹാപ്പി ആയിരുന്നാൽ പോലും അവൻ മറ്റൊരു റിലേഷൻ തേടി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യൻ എന്താണ് പറയുക, മോണോഗമസ് അല്ല പോളിഗമസ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ആ മോണോഗമസ് വ്യവസ്ഥയിലേക്ക് അവനെ തളച്ചിടുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് നമ്മുടെ സാമൂഹ്യങ്ങളും സൊസൈറ്റിയും അതിൻ്റെ മത സംവിധാനങ്ങളും എല്ലാം ആ രീതിയിലാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പങ്കാളിക്ക് ഒരു പ്രണയം ഉണ്ടാവാനോ അല്ലെങ്കിൽ ഒരു സൗഹൃദം ഉണ്ടാകാനോ ഉള്ള സാധ്യതകളൊക്കെ ഒരുപാട് വലുതാണ്. എന്നെ വിളിച്ച് പറഞ്ഞ ഒരുപാട് കേസുകളിൽ ഈ പറയുന്ന സൗഹൃദത്തിൻ്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രണയത്തിൻ്റെയൊക്കെ ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രമായിരിക്കും സെക്സ് എന്നായിട്ട് വരുന്നത്. പക്ഷേ നമ്മുടെ മലയാളികൾ അല്ലെ പ്രണയമെന്ന് പറഞ്ഞാൽ സൗഹൃദമെന്ന് കിടക്കില്ല. ഭർത്താവിന് ഒരു ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ അല്ലെ ഭാര്യയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ ഒളിച്ചു നിന്ന് കേൾക്കുക, അല്ലെ അത് ചോർത്താൻ നോക്കുക, അതിനെ പ്രൈവസിയെ കൺസിഡർ ചെയ്യാതെ ഭാര്യയും അല്ലെ മറ്റൊരാളൂടെ ഒന്ന് ഒരുമിച്ച് സഞ്ചരിച്ചു, അല്ലെ ഒരു കോഫി ഷോപ്പിൽ പോയി അവർ ഒരുമിച്ച് മീറ്റ് ചെയ്തു. ഇതിനെയൊക്കെ പലപ്പോഴും പല ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ വരികയും ഈ സൗഹൃദത്തെ അല്ലെ പ്രണയത്തെയൊക്കെ തന്നെ സെക്സിൻ്റെ ഒരു വെർഷനോടുകൂടി കാണുകയും പലപ്പോഴും പല സംശയങ്ങൾക്കും വഴിതെളിക്കുകയും ഇത്തരം കാര്യങ്ങളൊക്കെ അവിഹിതമെന്ന് ആരോപിച്ച് എന്താണ് പറയുക ഡൈവോഴ്സിലേക്കൊക്കെ പോകുന്ന ഒരുപാട് കേസ് എന്നെ വിളിച്ച് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ പല ആളുകളും എന്നെ വിളിച്ച് ചോദിച്ച ചോദ്യങ്ങളുള്ള ഒരാളാണ്, ഭർത്താക്കന്മാരെ വിളിച്ച് ചോദിച്ചത് ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു പ്രണയമുണ്ട് അല്ലെ സൗഹൃദമുണ്ട്, അവർ തമ്മിലൊരു സെക്ഷലി റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്, എനിക്ക് ഡൈവോഴ്സിലേക്ക് പോകണോ എന്നുള്ളതൊക്കെയാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്, നിങ്ങൾ ഒരു പുരുഷനാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ അഡൾട്ടറി എന്ന് പറയുന്നത് വിവാഹേതര ബന്ധം എന്ന് പറയുന്നത് 2018 നമ്മുടെ IPC 497 റദ്ദാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. IPC 497 എന്താണ്, അന്ന് അതെന്തായിരുന്നു പറഞ്ഞിരുന്നത്, ആ വിധി ഒഴിവാക്കാനുള്ള സാഹചര്യം എന്താണെന്നൊക്കെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അത് വിവേകേതര ബന്ധങ്ങൾ കുറ്റകൃത്യമല്ലാന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള കേസുണ്ട്. പക്ഷേ അത് നമ്മൾ ഡൈവോഴ്സിന് ഒരു ഗ്രൗണ്ടായിട്ട് കണക്കാക്കും. പക്ഷേ നിങ്ങൾ ഒരു ഭാര്യയ്ക്ക് ഒരു അവിഹിതമുണ്ട് അല്ലെങ്കിൽ ഭാവിക്കൊരു പ്രണയമുണ്ട്, ഒരു സൗഹൃദമുണ്ട്, അത് അവിഹിതമെന്ന് ആരോപിച്ച് നിങ്ങൾ എന്താണ് കേസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളാണ് പ്രൂവ് ചെയ്യേണ്ടത്. എന്താണ് പറയുക, നമ്മളാണ് മാക്സിമം എവിഡൻസുകൾ നടക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ IPC 497 വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് എനിക്കിങ്ങനെയാണ് തോന്നുന്നത് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ അനുവാദമില്ലാതെ ഏതെങ്കിലും ഒരു പങ്കാളി മറ്റൊരു വ്യക്തിയുമായിട്ട് സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്തി കഴിഞ്ഞാലാണ് അത് ഒഫൻസായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പലപ്പോഴും പ്രൂവ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നിങ്ങളുടെ ഭാര്യ മറ്റൊരാളോടൊപ്പം സഞ്ചരിച്ചു, കാറിൽ സഞ്ചരിച്ചു, അല്ലെങ്കിൽ ബൈക്കിൽ സഞ്ചരിച്ചു, അവർ റെസ്റ്റോറൻറ്റിൽ മീറ്റ് ചെയ്തു, അതൊന്നും യഥാർത്ഥത്തിൽ എന്താണ് പറയുക അവിടെ ഇല്ല അവിഹിതം നടന്നതെന്ന് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല. പിന്നീട് അവർ തമ്മിൽ ചാറ്റ് ചെയ്തു എന്ന് പറഞ്ഞൊന്നും അവർ തമ്മിൽ ഫോൺ വിളിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിഹിതങ്ങളൊന്നും തെളിയിക്കാൻ പറ്റില്ല. അതിനെ യഥാർത്ഥത്തിൽ അതിൻ്റെ എവിഡൻസുകൾ ഏതൊക്കെ രീതിയിലാണ് കളക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താണ് വക്കീലുമായിട്ട് ചർച്ച ചെയ്യണം. അപ്പോൾ അവരൊരു ഹോട്ടലിൽ റൂം എടുത്തത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് വെച്ചിട്ട് സാഹചര്യ തെളിവുകൾ വെച്ചിട്ട് അവരവിടെ റൂം എടുത്തത് ഒരുപക്ഷെ സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്താനുള്ള രീതിയിലുള്ള അസംഷൻ ഒക്കെ ആവാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എവിഡൻസ് നിങ്ങളുടെ പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു മെന്നാണെങ്കിൽ ഡൈവോഴ്സ് കേസിന്, അതായത് ഈ അഡൾട്ടറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന വിവേകേതര ബന്ധം എന്ന് പറയുന്നത് കുറ്റകൃത്യമല്ല, മറിച്ച് ഡൈവോഴ്സിനുള്ളൊരു ഗ്രൗണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൈവോഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു പുരുഷനാണ് ഒരു ഡൈവോഴ്സ് കേസ് ഫയൽ ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന ഗ്രൗണ്ട് വെച്ചിട്ട് നിങ്ങളൊരു ഡൈവോഴ്സ് കേസാണ് പ്രൊസീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ വക്കീലിൻ്റെ അടുത്ത് ചോദിക്കുക ഓപ്പോസിറ്റിൽ നിന്ന് എത്ര കേസുകൾ വരാൻ സാധ്യതയുണ്ട്, അത് ഏതൊക്കെ കേസുകളായിരിക്കും. അത് DV കേസ് വരാം, 498 വരാം, പിന്നെ എന്താണ് നിങ്ങളുടെ പ്രോപ്പർട്ടി അറ്റാച്ച്മെൻ്റ് എന്ന കേസ് വരാം, അങ്ങനെ പല ടൈപ്പ് ഓഫ് കേസുകൾ വരാം. അപ്പോൾ ആ കേസുകളെല്ലാം അവിടെ നടത്തുന്നതിന് എത്ര രൂപ ചിലവാകും എന്നൊക്കെ നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കാം.
അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശ ധാരണയൊക്കെ കിട്ടും. അപ്പോൾ 10-12 കൊല്ലമൊക്കെ കേസുകളൊക്കെ നടത്തിയതിന് ശേഷം ഈ ഭാര്യയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്ന് ആരോപിച്ച് നടത്തിയ കേസുകൾ അവരവസാനം ഒത്തുപോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഈ പങ്കാളി മറ്റൊരു റിലേഷൻഷിപ്പിൽ പോയി നിങ്ങൾക്ക് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. വളരെ വളരെ പെയിൻഫുൾ, ഐ നോ ഇറ്റ്സ് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ അതിനകത്തുള്ള ഒരു 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 അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് സിറ്റുവേഷനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത്ര സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ, വീട്ടുകാരെ, മറ്റുള്ള ബന്ധുക്കളെ എല്ലാവരെയും അറിയിക്കാൻ പോകാതെ ഈ ഇത്തരം കാര്യങ്ങളെ സമ്മതിച്ചിത്തോടുകൂടി കണ്ടെത്തിയിട്ട് പലപ്പോഴും ആ പാർട്ണറെ, നിങ്ങളെ പങ്കാളിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതൊരു ഒരിക്കൽ പറ്റി തെറ്റാണെങ്കിൽ അതാണ് പ്രധാനമായിട്ടും ചെയ്യാൻ ശ്രമിക്കേണ്ടത്. മറിച്ച് നമ്മൾ ഇത് നോർമലായി കഴിഞ്ഞു. അതായത് മറ്റുള്ള സിവിലൈസ്ഡ് കൺട്രീസിനെ പോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ നമ്മൾ ഇന്ത്യയിലും കുറേയധികം നോർമലായി കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ പറയുന്ന ഇത്രയോ സീരിയലുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നു, അവിഹിതം അല്ലുള്ള എത്രയോ സീരിയലുകൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. അല്ലെങ്കിൽ നമ്മൾ കോടതിയിലെ കേസുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന അഡൾട്ടറി വെച്ച് തന്നെ ഡൈവോഴ്സ് കൊടുത്ത് 100 കണക്കിന് കേസുകളുണ്ട്, 1000 കണക്കിന് കേസുകളുണ്ട്. അപ്പോൾ ഇത് സമൂഹത്തിൽ ഇപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇത് നോർമലായിട്ട് നടന്നു പോകുന്ന ഒരു പ്രോസസ്സായി മാറിക്കഴിഞ്ഞിരിക്കുക. അത് നിങ്ങളത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ സൊസൈറ്റി എത്രത്തോളം ചേഞ്ച് ആയി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ പങ്കാളി മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു, അതിന് നമുക്ക് നമ്മളിൽ കുറ്റബോധമൊന്നും തോന്നേണ്ട കാര്യമില്ല. അപ്പോൾ അതിന് പ്രധാനമായിട്ടും പറയുന്നത് ഈ രണ്ട് പങ്കാളികൾ തമ്മിലുള്ള ഒരു ഇമോഷണൽ ബോണ്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കുറഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ലവ് എന്ന് പറയുന്ന ഫാക്ടേഴ്സ് ഉണ്ട്, റെസ്പെക്റ്റ്, മ്യൂച്വൽ റെസ്പെക്റ്റ്, പരസ്പരം അപ്രീഷിയേറ്റ് ചെയ്യുക. പിന്നെ ഈ പറയുന്ന കണക്ക് തന്നെ നമ്മൾ ഒരു ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഭാര്യയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാവരും പറയും ഇത് നോർമലൈസ് ചെയ്യുന്നത് സെക്സുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ റിലേഷൻഷിപ്പിനെയൊക്കെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത്. അപ്പം സെക്സ് മാത്രമല്ല ഇവിടെ പ്രശ്നമായിട്ട് വരുന്നത്, അവരുടെ ഒരു ഇമോഷണൽ ബോണ്ട്, ഇമോഷണലായിട്ടുള്ള പല കണക്ഷനും പങ്കാളികൾ തമ്മിലില്ലാത്തൊക്കെ ഒരു റിലേഷൻ ബ്രേക്ക് ആവുന്നതാണ് കാരണമാണ്. അപ്പോൾ ഇതിനകത്ത് ഒരാൾ ഭയങ്കരമായിട്ട് സഫർ ചെയ്യും, എൻ്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ പോയത്, അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നാച്ചുറലായിട്ട് സംഭവിക്കുന്നതാണ്. രണ്ട് ഹ്യൂമൻസാണ്, അവർ തമ്മിലുള്ള നാച്ചുറലായിട്ട് കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകും, ശ്രദ്ധക്കുറവുകളും ഉണ്ടാകും, പല ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അത് ടോപ്പപ്പ് ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് നോർമലായിട്ട് മനുഷ്യനെന്ന് പറയുന്നത് പോളിഗമസ് ആണ്. അവനെ ഏറ്റവും നല്ല ഹാപ്പി ആയിട്ടിരുന്നാൽ പോലും ചിലപ്പോൾ അവനൊരു മറ്റൊരുണയെ തേടാനോ അല്ലെങ്കിൽ ഇടയെ തേടി പോകാനുള്ള ടെൻഡൻസി ഉള്ള ആളുകളാണെന്നാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് വളരെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും, നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. എന്നാലും ഞാനിത് പറയുന്നത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. ഞാൻ പഠിച്ച കാര്യങ്ങൾ, ഞാൻ എൻ്റെ അറിവുകൾ വെച്ച്, ഇപ്പം ഞാൻ കണ്ട സുഹൃത്തുക്കൾ, പല ആളുകളിൽ നിന്ന് സംശീകരിച്ച അറിവുകളാണ്. പല സൈക്കോളജിസ്റ്റായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വക്കീലന്മാരായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. അവരിൽ നിന്നെല്ലാം ഞാൻ ഒരുപാട് കേസുകളൊക്കെ കണ്ട സാഹചര്യത്തിലാണ് എൻ്റെ ഒരു തോട്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ തോട്ടുമായിട്ട് ഡിഫറെൻ്റ് ആയിരിക്കാം, പക്ഷേ അത് നിങ്ങളുടെ തോട്ടും ഇത് എൻ്റെ തോട്ടുമാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏതെങ്കിലും കുറേ ആളുകൾക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെടട്ടെ എന്ന് കരുതിയാണ് ഞാൻ എൻ്റെ ആശയങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതേസമയം ഭാര്യ പറയാണ് ഭർത്താവിന് മറ്റൊരു പ്രണയമുണ്ട്, മറ്റൊരു സൗഹൃദമുണ്ട്, മറ്റൊരു ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ഭാര്യ ആരോപിക്കുകയാണെങ്കിലും നമ്മൾ പെട്ടെന്ന് ഡൈവോഴ്സിലേക്ക് പോകണോ വേണ്ടേ എന്നൊക്കെ ഭാര്യ ചോദിക്കും. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു റിലേഷൻ ഉണ്ട് എന്നറിയുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് മാനസികമായിട്ട് തകർന്നു പോകും. നിങ്ങളുടെ ട്രസ്റ്റ് നഷ്ടപ്പെട്ടതിലുള്ള ഒരു വിഷമമുണ്ടാകും, നിങ്ങളുടെ ഡിഗ്നിറ്റി പോയതായിട്ട് നിങ്ങൾക്ക് തോന്നും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, നിങ്ങൾ ഒരു ഡിപ്രഷനിലേക്ക് പോകും. ആ സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വിഷയം മറ്റൊരാളുമായിട്ട്, ബന്ധുക്കളുമായിട്ട്, മറ്റുള്ള സുഹൃത്തുക്കളായിട്ട്, നാട്ടുകാരെയൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ എന്ത് പ്രശ്നമാണ് ഉണ്ടാകുന്നത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുകയാണ്. ഒരു 2 ദിവസത്തേക്ക് എന്ത് പ്രശ്നമാണ് ഉണ്ടാകുന്നതെന്ന് ആലോചിക്കുക. അപ്പോൾ അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ആണോ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ആണോ നിങ്ങൾ ആലോചിക്കാം. അതിനുശേഷം നിങ്ങളൊരു അടുത്ത ഒരു 10 വർഷത്തേക്ക് ഞാനൊരു ഡൈവോഴ്സ് കേസിലേക്ക് പോയി, ഞാൻ ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ആലോചിക്കാം. പിന്നെ എൻ്റെ ജീവിതം മൊത്തം എങ്ങനെയായിരിക്കും എന്ന് ആലോചിക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾ ഡൈവോഴ്സിനെ കുറിച്ച് ആലോചിക്കുക. മറിച്ച് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ടോപ്പപ്പ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോകണം.
പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്നത് മനുഷ്യനെന്ന് പറയുന്നത് മോണോഗമസ് അല്ല, മനുഷ്യനെന്ന് പറഞ്ഞത് മോണോഗമസ് അല്ല, പോളിഗമസ് ആണ്. അപ്പോൾ അവരുടെ എന്താണ് പറയുക, പല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു മറ്റൊരു റിലേഷൻഷിപ്പ് കിട്ടാൻ ഇമോഷണൽ ബോണ്ടിങ്ങും അല്ലെങ്കിൽ അത് ബ്രേക്ക് ആയതിൻ്റെ പല കാര്യങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ പല കേസുകളും നമ്മളെ വിളിച്ച് കുറേ സ്ത്രീകൾ സംസാരിച്ചു. ഇപ്പോൾ കുറേ സ്ത്രീകൾ വിളിച്ച് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഭർത്താവിന് ഒരുപാട് ഫോൺ കോൾ വരുന്നു, അപ്പോൾ ഞാൻ അവരുടെ പുറകെ പോയിട്ട് എന്താണ് പറയുക, ആ ഫോണുകളൊക്കെ ചെക്ക് ചെയ്യാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോൺ വിളിച്ച് വീടിന് വെളിയിൽ ഇറങ്ങിപ്പോയി നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഞാൻ അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ ചോദിക്കുന്നത് അവർ തമ്മിൽ ഒരു സൗഹൃദമായിരിക്കും. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്പേസ് കൊടുക്കുക, അവരുടേതായ ഒരു സ്പേസ് കൊടുക്കുക. നിങ്ങൾ അത്തരം കാര്യങ്ങളെയൊന്നും അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. പലപ്പോഴും നിങ്ങൾ സംശയിക്കുന്ന കണക്കുള്ള റിലേഷൻ പോലും കാണില്ല. പക്ഷേ ഇത് പിന്നീട് എന്താണ് പറയുക, വലിയ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ തന്നെ പോകാറുണ്ട്. ചിലപ്പോൾ അവർ തമ്മിലൊരു സെക്ഷൽ റിലേഷൻഷിപ്പ് നടന്നിട്ട് പോലും ഉണ്ടായിരിക്കും. ചിലപ്പോൾ അവർ തമ്മിലൊരു സൗഹൃദമായിരിക്കും. ആ സൗഹൃദം ഉണ്ടാകുന്നതിൽ എന്താണ് തെറ്റ്? അല്ല, ഈവൻ ദോ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നാൽ പോലും നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം മനുഷ്യൻ്റെ സ്ട്രക്ചറും മനുഷ്യനെ നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. പലപ്പോഴും ഇതിന് വിക്ടിംസ് ആവുന്ന പങ്കാളികൾ, അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും, അവർ പറയാറുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് അറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ് എൻ്റെ ഭർത്താവ് എൻ്റെ ഭാര്യ അല്ലെങ്കിൽ മറ്റൊരാളുടെ സൗഹൃദത്തിന് പോയത് അല്ലെങ്കിൽ ഒരു പ്രണയത്തിന് പോയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നുണ്ട്. പലപ്പോഴും നമ്മളിലേക്ക് നോക്കണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ പിന്നീട് ഞാൻ കുറച്ച് സമയം ഈ പറയുന്ന ഭാര്യയായിട്ടോ അല്ലെങ്കിൽ ഭർത്താവായിട്ടോ സംസാരിക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും. പലപ്പോഴും ഇവർ പലപ്പോഴും അവരുടെ പ്രൈവസിയിലേക്ക് അമിതമായിട്ട് കടന്നു കയറി, അല്ലെങ്കിൽ ഇമോഷണലി പല രീതിയിൽ അവരെ ഹോണ്ട് ചെയ്യുന്നതായിട്ടും ഒക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവർ വളരെ ടോക്സിക്കാന്നുള്ള ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടോക്സിസിറ്റിക്കുള്ളിലേക്കാണ് നിങ്ങൾ വന്നിട്ട് മോണോഗമസായി നിൽക്കണമെന്ന് ഇവർ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ നിർബന്ധിക്കുന്നത്, അല്ലെങ്കിൽ ലവിന് വേണ്ടി ബെഗ് ചെയ്യുന്നത്. അപ്പം ഇവർ തമ്മിലൊരു ഇമോഷണൽ കണക്ഷൻ ഇല്ലാതിരിക്കുകയും ഇപ്പോൾ അദ്ദേഹം മറ്റൊരു റിലേഷനിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ ഇതിനകത്തിലേക്ക് പിടിച്ചു നിർത്താൻ നോക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നമായിട്ട് കണക്ട് ചെയ്യാതെ ഓരോ ആളുകളുടെ പ്രശ്നവും യുണീക്കാണ്. ഇത് ഞാൻ കുറച്ച് ജനറലായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതും. ഓരോ ആളുകളുടെ പ്രശ്നവും അതുകൊണ്ട് തന്നെ നിങ്ങൾ കേൾക്കുന്ന രീതിയിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും. മനുഷ്യൻ പോളിഗമസ് ആണ്, അവനെ മോണോഗമസ് ആയിട്ട് മാറ്റുന്നതിനകത്തുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവിടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഒരു റിലേഷൻഷിപ്പ് തരുമ്പം ട്രസ്റ്റ് തരുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഡിഗ്നിറ്റി തരുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുക. ഇതിനെക്കുറിച്ച് മോണോഗമസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിക്കുക, പോളിഗമസ് എന്താണെന്ന് പഠിക്കുക, മനുഷ്യനെക്കുറിച്ച് പഠിക്കുക. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് നമ്മൾ സ്ഥിരം അപ്ഡേറ്റ് ആവുക. അതോടൊപ്പം തന്നെ ഇമോഷണൽ ബ്രേക്ക്, അല്ലെങ്കിൽ ലവ് എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമോ, ലവ് എങ്ങനെ പാർട്ട്നേഴ്സിനിടെ ലവ് എങ്ങനെ ടോപ്പപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കുക. പിന്നീട് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് പങ്കാളി നിങ്ങളും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ഉടനെ ഡൈവോഴ്സ് എന്ന് പറഞ്ഞ് കോടതിയിലിട്ടെങ്ങും യാതൊരു കാരണവശാലും പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നീട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലെങ്ങും നിൽക്കുന്ന ഒരു കേസേ അല്ല. നിങ്ങൾക്ക് 10-15 വർഷങ്ങളോളം കോടതികളിൽ ഇങ്ങനെ കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനം, അതായത് ഔട്ട് ഓഫ് കോർട്ടിൽ തന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടെങ്കിൽ, അതായത് മാരേജ് എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഒരു മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിരിക്കും, അവിടെ കുട്ടികളുണ്ടായിരിക്കാം. അപ്പം കുട്ടികളുടെ കാര്യത്തിൽ എന്താണ് തീരുമാനം, പിന്നെ അതൊക്കെ നിങ്ങൾ കൊടുത്ത സ്വത്തുക്കൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് വാങ്ങുന്നതിനോ അല്ലെങ്കിൽ പണം കൊടുത്തിട്ട് തിരിച്ച് വാങ്ങുന്നതിനെക്കുറിച്ചുള്ള നിങ്ങൾ തമ്മിലൊരു ഡീഡ് ഉണ്ടായിട്ട് നിങ്ങൾക്ക് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ നിങ്ങൾ ഒരു മ്യൂച്വൽ ഡൈവോഴ്സിന് പോകാമെന്നാണ് എനിക്ക് പറയുന്നത്. അല്ലാതെ കോടതി പോയി കോൺടെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് എന്നുള്ളതാണ് ഞാൻ ഒരുപാട് കേസുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.